ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ 8 നടക്കാൻ പോകുന്ന CPU എക്സാമിന് ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ്. ആ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? അത് മന്ത്രിസഭാ തീരുമാനങ്ങളാണ്. ബാക്കിയൊന്നും എന്ത് ചെയ്യാൻ നൽകാൻ പറ്റില്ല കേട്ടോ. മന്ത്രിസഭാ തീരുമാനങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 82. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. ഓപ്ഷൻ എ ആണ് 1 വർഷം വരെ കഠിന തടവ് കേട്ടോ. കഠിന തടവാണ്, 1 വർഷം വരെ കഠിന തടവ്. 83ാമത്തെ ചോദ്യമാണ്: കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാകുന്നു? 67B ആണ്, പോണോഗ്രഫി കേട്ടോ. 67B വകുപ്പ് പ്രകാരമാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാകുന്നു? 67B പ്രകാരം കേട്ടോ. 4ാമത്തെ ചോദ്യം: കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണെന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ: എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ട് പരാതിക്കാർക്ക് അഭിഭാഷകൻ്റെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിച്ചുകൊണ്ട്. ഇത് ഒന്നാമത്തെ നടപടി മാത്രമാണ്. അതായത് എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആൻസർ കേട്ടോ. അടുത്തത് 85ാമത്തെ ചോദ്യം: എയ്ഡ്സ് ബാധിതരായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷ കേട്ടോ. 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് വാറൻ്റ് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? ഈ കൊടുത്തിട്ടുള്ളവയിൽ 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് വാറൻ്റ് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. അടുത്ത ചോദ്യമാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത്: പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അടുത്തത്: പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി തള്ളിക്കളയുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആ മൊഴി തെളിവായി സ്വീകരിക്കാവുന്നതാണ്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി കേട്ടോ. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. വെറുതെ കുറ്റസമ്മതം നടത്തിയാൽ പോരാ, തെളിവുണ്ടാകണം, അതിന് തെളിവ് കണ്ടെത്തണം, അതാണ് സംഭവം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അടുത്ത ചോദ്യം: ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്: വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? 40 ദിവസത്തിനകം കേട്ടോ. ഓപ്ഷൻ സി ആണ്. വിവരാവകാശ നിയമപ്രകാരം 3ാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അഭിഭാഷകനെ അറിയിക്കണം? 40 ദിവസത്തിനകം അറിയിക്കണം. ഓപ്ഷൻ സി ആണ്. അപേക്ഷകനെ അറിയിക്കണം 40 ദിവസത്തിനകം കേട്ടോ. അടുത്ത ചോദ്യം: നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? വകുപ്പ് 27A കേട്ടോ. വകുപ്പ് 27A ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കൃത്യനിർവഹണത്തിന് ഭാഗമായി ഏത് സ്ഥലത്ത് വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കുറ്റകൃത്യം ചെയ്യുന്നതിന് ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കൽ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്.
നാലാമത്തെ പ്രസ്താവന മാത്രമാണ് അത് ശരി കേട്ടോ. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് എന്നാണുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അവർ ചെയ്യുന്ന കുറ്റകൃത്യം കവർച്ച. ഓപ്ഷൻ ബി ആണ് കേട്ടോ. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. അടുത്ത ചോദ്യമാണ്, പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ 1 വർഷം വരെ തടവാണ്. ഓപ്ഷൻ എ ആണ്, 1 വർഷം വരെ തടവ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? 1. സ്വമേധയാ നൽകിയ മരണമൊഴി, മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷിയില്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി. എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്ന, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് 96 ചോദ്യമാണ്, സാങ്കേതിക വിദ്യാ നിയമപ്രകാരം ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. ഓപ്ഷൻ എ ആണ്, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നതാണ് കേട്ടോ. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബുദ്ധിസ്ഥിരതയില്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അടുത്തത്, സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അധ്യാപകൻ വിദ്യാർത്ഥികളെ അച്ചടക്ക പരിപാലന ഭാഗമായി ശിക്ഷിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന മോഷണം കുറ്റകൃത്യമായി കണക്കാക്കും. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി കേട്ടോ. സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും കേട്ടോ. മറ്റൊന്നും എന്തല്ല, കുറ്റകൃത്യങ്ങളല്ല. അടുത്ത ചോദ്യം, ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അടുത്ത ചോദ്യം, ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലച്ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമായി കണക്കാക്കും? ലൈംഗികാതിക്രമം കേട്ടോ. ലൈംഗികാതിക്രമമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 18 വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകലാണ്. അടുത്തത്, പ്രായഭേദമന്യേ വ്യക്തികളെ അവരുടെ സമ്മതം കൂടാതെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ്. 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യത്തിലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അത് മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി കേട്ടോ. പ്രായഭേദമന്യേ മൂന്നാമത്തെ പ്രസ്താവന, 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യത്തിൽപ്പെടുന്നതാണ്. അടുത്തത്, ഈ വാക്യങ്ങളിൽ ഏതാണ് ശരിയെന്നുള്ളതാണ്. ഒന്നാമത്തത്, 12 വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. വരാനിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ചുള്ള അറിവോടെയും എന്നാൽ ക്രിമിനൽ ഉദ്ദേശമില്ലാതെയും ദോഷം തടയുന്നതിനായി നല്ല വിശ്വാസത്തോടെയും ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഭ്രാന്തമായ മനസ്സുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നാലും കുറ്റമല്ല. ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ല. ഈ പറഞ്ഞ ഒന്നും എന്തല്ല ശരിയല്ല കേട്ടോ. എല്ലാം തെറ്റാണ് കേട്ടോ. ഈ പറഞ്ഞ ഒന്നും എന്തല്ല ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്താണ് സ്ത്രീധന മരണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ മരണം സാധാരണഗതിയിലല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അടുത്തത്, ഇവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു വ്യക്തിയുടെ വസ്ത്രം അഴിക്കാൻ ബലപ്രയോഗം നടത്തുന്നതിനെ വോയറിസം എന്ന് വിളിക്കുന്നു. ഇത് IPC പ്രകാരം കുറ്റകരമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമം നിർദ്ദേശിക്കുന്നു. വിവാഹിതയായ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. ബന്ധത്തിൽ ജീവിക്കുന്ന
ഒരു സ്ത്രീയുടെ മരണം ഒരുമിച്ച് ജീവിച്ച് 7 വർഷത്തിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ അത് IPC പ്രകാരം സ്ത്രീധന മരണമായി കണക്കാക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെ പണയപ്പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ടുപോയി IPC പ്രകാരം ഏത് കുറ്റകരമാണ് കോമളം ചെയ്തേക്കണം? ഓപ്ഷൻ ബി മോഷണമാണ് കേട്ടോ. അത് മോഷണത്തിൽപ്പെടുന്നതാണ്. അടുത്തത്, കുറ്റകൃത്യത്തിന് വ്യാഖ്യാനം എന്താണ്? പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു.